COP19A നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ന്യൂട്രീഷണൽ സ്ക്രീനിങ് കെയർ ഗീവർ ചെയ്യണമെന്നാണ്. നമ്മുടെ ഒരു കെയർ ഗീവറാണ് ന്യൂട്രീഷണൽ സ്ക്രീനിങ് നടത്തേണ്ടത്. ഡോക്ടറോ നേഴ്സോ, ഒരു ഡോക്ടറോ നേഴ്സോ ന്യൂട്രീഷണൽ സ്ക്രീനിങ് നടത്തണം. സ്ക്രീനിങ്ങിന് NRS ന്യൂട്രീഷണൽ റിസ്ക് സ്ക്രീനിങ് NRS 2002 എന്ന് പറഞ്ഞൊരു ടൂളുണ്ട് നമുക്ക്. അതുപോലെ തന്നെ മസ്റ്റ് ഉണ്ട്, ഗ്ലിം ഉണ്ട്, സിമ്പിൾ 2-part ടൂൾസ്. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്, ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. ആ ഗൈഡ് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു വാലിഡേഷൻ നമുക്ക് നടത്താൻ പറ്റണം ന്യൂട്രീഷണൽ റിസ്കിനെ കുറിച്ചുള്ള. ആ ഏതാണോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ക്രീനിങ് ടൂള് അത് ഡിഫൈൻഡ് ആയിരിക്കണം. സോ അത്തരത്തിൽ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റല് ന്യൂട്രീഷണൽ റിസ്ക് സ്ക്രീനിങ് നടത്തണം എന്നാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് 19A പറയുന്ന. COP19A പേഷ്യൻസ് അഡ്മിറ്റഡ് ടു ദ ഓർഗനൈസേഷൻ ആർ സ്ക്രീൻഡ് ഫോർ ന്യൂട്രീഷണൽ റിസ്ക്. നമുക്ക് പലപ്പോഴും ന്യൂട്രീഷണൽ റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വിചാരിച്ച ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തെന്ന് വരത്തില്ല. നമ്മുടെ ലാബ് റിസൾട്ടുകളിൽ കാണുന്ന വേരിയേഷൻസ് പലപ്പോഴും ഒരു ന്യൂട്രീഷണൽ മാൽഫങ്ഷനിങ്ങിനെ കുറിച്ചായിരിക്കും, മാൽന്യൂട്രീഷൻ സ്റ്റാറ്റസിനെ കുറിച്ചായിരിക്കും തരുന്നത് ഇൻഫർമേഷൻ. സോ ആ ഒരു റിസ്ക് അസസ്മെന്റ് നടത്തി അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കാൻ ഹോസ്പിറ്റലിന് കഴിയണം. COP19A